നമസ്കാരം. അൽ ഷിഫ ഗെറ്റ് വെൽ സൂണിലേക്ക് സ്വാഗതം. പൈൽസ് എന്ന രോഗം പിടിപെട്ടാൽ പലർക്കും അത് പുറത്തു പറയാൻ മടിയാണ്. ഈ മടി കാരണം ചികിത്സ നീണ്ടുപോകുകയും അത് കൂടുതൽ സങ്കീർണമാവുകയും ചെയ്യും. തക്ക സമയത്തുള്ള ചികിത്സയാണ് ഏത് രോഗത്തിൽ നിന്നും മോചനം കിട്ടാനുള്ള ആദ്യപടി. മിസ്റ്റർ അൻവറിന്റെ അനുഭവം നമുക്കൊന്ന് കണ്ടുനോക്കാം. സർ, യെസ്, കമിൻ. ഇതാര്? അൻവറോ? എന്തു പറ്റി അൻവർ? കുറെ ദിവസമായി ലീവായിരുന്നല്ലോ. അത് പറയാനാണ് ഞാൻ വന്നത്. എന്റെ ലീവ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണമായിരുന്നു. എന്തുപറ്റി? വീട്ടിൽ ആർക്കെങ്കിലും? അൻവർ ഇരിക്കൂ. വേണ്ട സാർ, ഞാൻ നിന്നോളാം. HR മാനേജറെ കണ്ടപ്പോൾ സാറിനെ കാണാൻ പറഞ്ഞു. ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാൻ മാത്രം എന്തുപറ്റി? വല്ല അസുഖവുമുണ്ടോ? എന്താണെങ്കിലും തുറന്നു പറഞ്ഞോളൂ. അത് പിന്നെ സാർ, എനിക്ക് പൈൽസ് രോഗമുണ്ട്. അതുകൊണ്ട് അധിക നേരം ഇരുന്ന് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് പൈൽസ് രോഗമുണ്ട് എന്ന് പറയാൻ ഒരു മടിയും കാണിക്കേണ്ടതില്ല. അധിക നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന നമ്മളെപ്പോലുള്ളവർക്ക് പൈൽസ് രോഗം വരാനുള്ള സാധ്യതയും കൂടുതലാണ്. എത്രയും പെട്ടെന്ന് നല്ലൊരു ഡോക്ടറുടെ സഹായം തേടുകയാണ് ആദ്യം വേണ്ടത്. അൻവർ ഏത് ഡോക്ടറെയാണ് കണ്ടത്? എന്റെ വീട്ടിൻ്റെ അടുത്തുള്ള നാട്ടുവൈദ്യനെയാണ് കാണിച്ചത്. പൈൽസ് രോഗത്തിന് ഇന്ന് പല നൂതന സാങ്കേതിക ചികിത്സാ രീതികളും നിലവിലുണ്ട്. പൈൽസ് എക്സ്ക്ലൂസീവ് ഹോസ്പിറ്റൽസ് വരെ കേരളത്തിൽ ഇന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ അൻവറിനെ പോലുള്ള ഒരാൾ ഒരിക്കലും ഇതുപോലുള്ള നാട്ടുചികിത്സാ രീതികളുടെ പുറകെ പോകരുത്. ഡോക്ടർ ഷാജഹാൻ എന്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. ഇന്നു തന്നെ ഞാനൊരു അപ്പോയിന്റ്മെന്റ് എടുത്തു തരാം. യു ക്യാൻ ഗോ ആൻഡ് മീറ്റ് ഹിം. താങ്ക് യു സാർ. സാറിനോട് തുറന്ന് സംസാരിച്ചപ്പോൾ തന്നെ മനസ്സിന് ആശ്വാസം തോന്നി. ഇതൊരു ഉദാഹരണം മാത്രം. ഇതുപോലുള്ള അൻവർമാർ നമ്മുടെ ഇടയിൽ ഇനിയുമുണ്ട്. പൈൽസ് ഒരു മാരക രോഗമോ മാറാവ്യാധിയോ ഒന്നുമല്ല. എത്രയും പെട്ടെന്ന് ഉചിതമായ ചികിത്സ തേടുകയാണ് ആദ്യം ചെയ്യേണ്ടത്.